ഹലോ, വെൽക്കം ടു ചിത്ത വീട്ടി ലൈറ്റ്സ്. എന്താണ് പ്ലാനിങ് എന്ന് ചോദിച്ചാൽ ഇതൊരു ലേസി വീക്കെൻഡ് ആകരുത്. അത് മാത്രമാണ് നമ്മുടെ പ്ലാനിങ്. ബാസിമിനെ റിഷാനേതായിട്ട് വണ്ടിയിലിട്ടിട്ടുണ്ട്. അങ്ങനെ കോർണിഷിലെത്തി. ഇവിടെ കൂടുതലും കുട്ടികൾ സ്കേറ്റിങ്ങും സൈക്ലിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു പുറത്ത്. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് ആണ്. നമുക്കൊന്ന് മൈൻഡ് റിലാക്സ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്കാണ് വരാറ്. എങ്കിൽ പിന്നെ നമുക്കും ഒന്ന് സൈക്കിൾ ചവിട്ടിയാലോ എന്നൊരു ആഗ്രഹം. സൈക്ലിങ്ങിന് വന്നതല്ലെങ്കിൽ പോലും നമ്മളും എടുത്തു 90 റിയാലോ കൊടുത്തൊരു ഹാഫ് ആൻ അവറിന് 4 വീലർ സൈക്കിൾ. ഇത് അഫോർഡബിൾ ആണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അല്ല. പക്ഷെ സന്തോഷമല്ലേ വലുത്. ആദ്യത്തെ ആവേശത്തിന് ഞാനും റിഷാനയും ചാടി ഫ്രണ്ടിലിരിക്കുമ്പോഴും ഇവർ ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെയല്ലേ കാര്യം മനസ്സിലായത്, ഇത് വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ കണ്ടില്ലേ, നമ്മുടെ സാധാ സൈക്കിൾ പോലെ ഒന്നും അല്ല കേട്ടോ. ജിമ്മിലൊന്നും അത്ര ആക്റ്റീവ് അല്ലാത്തതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. വല്ലാത്തൊരു സാഹസികത ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഈന്തപ്പനെ കൂടി ഒന്ന് ഇടിച്ചിട്ടുണ്ട്. അത് സാരമില്ല, അത് ഫ്രെയിമിലില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ സൈക്കിൾ എഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇത്ര അങ്ങോട്ട് ശ്രമിച്ചിട്ട് ഈ വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല. പുറകിലിരിക്കുന്ന വിദ്വാന്മാർ ചവിട്ടുന്നില്ല, അതാണ് റീസൺ എന്ന് റിഷാനയാണ് കണ്ടുപിടിച്ചത്. അതിനുള്ള ഓരോ ചീത്ത പറയുന്നുമുണ്ട്. പിന്നെയും മുന്നോട്ട് തന്നെ പോയി കുറേ കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട്. ഞങ്ങളിൽ 3-4 പേര് മിസ്സിങ് ആണ്, പക്ഷെ കുഴപ്പമില്ല. ഞങ്ങളൊരു 3 പേര് ഒന്നിക്കുമ്പോൾ തന്നെ ആ ഒരു വൈബ് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അത് ഞങ്ങളുടെ സന്തോഷമാണ്. പലയിടങ്ങളിൽ നിന്ന് ചേക്കേറി വന്നവരാണെങ്കിലും ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളെല്ലാവരും ഉണ്ട്. അതിപ്പോൾ സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും ട്രിപ്പ് പോകാനായാലും നടക്കാത്ത പ്ലാനിങ്ങിലായാലും അങ്ങനെ എല്ലാത്തിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെയുണ്ട്. അതാണ് സന്തോഷം. അത് മാത്രമാണ് ഞങ്ങളുടെ സന്തോഷം. അങ്ങനെ സൈക്ലിങ്ങിന് അനുവദിച്ച സമയമൊക്കെ കഴിഞ്ഞു. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. വെറുതെ പിന്നെയും കുറേ നടന്നു, കുറേ ചിരിച്ചു, സംസാരിച്ചു, ബഹളം വെച്ചു, കഴിച്ചു, തിരിച്ചു പോന്നു. ഇതായിരുന്നു വീക്കെൻഡ്. ഇതൊട്ടും ലേസി അല്ല അല്ലേ? താങ്ക് യു.